Class 8, Chapter 9, Rath Chakra. Before starting the video, if you want more videos, please write which class, chapter name and chapter number in comment box. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ വീഡിയോ നമുക്ക് തുടങ്ങാം. പീലി പീലി ധൂപ് നിഖർനെ ലഗി ഥി. സൂര്യൻ്റെ രശ്മികൾ ഉതിർന്നു അല്ലെങ്കിൽ തിളങ്ങുന്നു എന്നാണ് പറയുന്നത്. അത് സൺറൈസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചീഡ് കെ ലംബെ ലംബെ പേഡ് ഓർ ഭി ഊഞ്ചെ ലഗ് രഹേ ഹേ. ചീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ മരങ്ങൾ, ഉയരമുള്ള പൈൻ മരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബർഫ് മേ ഢക്കി പഹാഡോ കി ചോട്ടിയാ പിഘലത്തെ സോനെ കി തര ചമക് രഹി ഥി. ഉയരമുള്ള പർവ്വത ശിഖരങ്ങളിൽ നിന്ന് ഈ ബർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊക്കെ ഉരുകുന്നു. അത് ഉരുകുമ്പോൾ സ്വർണത്തിനെ പോലെ തിളങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ധുന്ദൽക്കെ കെ ഉസ് പാർ മേ കുച്ച് ഖോജ് രഹാ ഹൂം പർ സ്പഷ്ട് കുച്ച് നഹീ ദിഖ്താ ഹെ. മങ്ങിയ ഈ ഒരു കാഴ്ചയുടെ മങ്ങിയ കാഴ്ച ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് ഞാൻ എന്തോ തിരയുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. ആജ് വർഷോं बाद मैं फिर आया हूँ यहाँ अपने घर. കുറേ വർഷത്തിന് ശേഷം ഞാൻ പിന്നെയും എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു. यहाँ के कण कण में शैशव की कितनी ही हर्ष विषाद मिश्रित स्मृतियाँ बिखरी पड़ी है. ഇവിടെ ഓരോ കോണിലും ശേഷവ് പറഞ്ഞു കഴിഞ്ഞാൽ യങ് ഏജ്, ചൈൽഡ്ഹുഡിനെ കുറിച്ചുള്ള ഹർഷ് വിഷാദ് പറഞ്ഞ സന്തോഷമുള്ളതും വിഷാദം നിറഞ്ഞിട്ടുള്ള ഓർമ്മകൾ ഒക്കെ ഉണ്ട്. പിതാജി കാ സ്വർഗവാസ് ഹുവാ തബ് ഹം ഛോട്ടേ ഥേ. അച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങൾ ചെറുതായിരുന്നു. മാ കാ ബിലക് ബിലക്കർ റോന ദാദി കെ കഭി ന തംനെ വാലെ ആസു. അമ്മയുടെ കരച്ചിലും മുത്തശ്ശി കരയണതും. ബാബ കാ കോര കാഗസ് സാ സഫേദ് ചെഹര. മുത്തശ്ശൻ്റെ വിളരിയ മുഖവും ആജ് ഭി അനായാസ് യാദ് ഹെ ആത്തെ ഹെ. ഇപ്പോഴും അത് ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയാണ്. तो अजीब सिमरन सी होती है और मैं कांप उठता हूँ. സിഹരൻ സി ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഓർമ്മകളൊക്കെ വിറയ്ക്കുന്ന ഒരു ഓർമ്മകളാണ്. पिताजी की अकाल मृत्यु ने बाबा को और बूढ़ा बना दिया था. അച്ഛൻ്റെ മരണം മുത്തശ്ശനെ കുറച്ചും കൂടി വയസ്സാക്കി എന്നാണ് പറയുന്നത്. അകാൽ മൃത്യു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിചാരിക്കാത്ത ഒരു മരണമായിരുന്നു. അത് മുത്തശ്ശനെ കുറച്ചും കൂടി വയസ്സാക്കി എന്നാണ് പറയുന്നത്. ഹാത്ത് പാവ് അബ് അധിക് ചൽ ന പാത്തേ ഥേ. ഇപ്പോൾ കൈകാലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അനക്കാൻ പറ്റാത്ത ഒരു അതായിരുന്നു. പണ്ടത്തെ പോലെ വേഗം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. സ്മൃതി ഭി അബ് കിസി സീമ തക് ഛോഡ് രഹി ഥി. ഓർമ്മകളും ഇനി മറവിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ബാത്തേ കർത്തേ കർത്തേ ബെഹക് ഉട്ടെ. വർത്താനം പറഞ്ഞ് അതായത് മുത്തശ്ശൻ്റെ ഓർമ്മകളൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. ബാത്തേ കർത്തേ കർത്തേ ബെഹക് ഉട്ടെ പറഞ്ഞാൽ വർത്താനം പറയുമ്പോൾ തന്നെ മറന്നു പോവുക അല്ലെങ്കിൽ സങ്കടം വരിക ഒക്കെ ആയിരുന്നു. ബാർ കോയി ബാത് ബതാനെ പർ ബി ജൽദി ഭൂൽ ജാത്തെ. എത്ര പറഞ്ഞു കൊടുത്താലും വേഗം അങ്ങോട്ട് മറന്നു പോകും. दुकान का जितना उधार जिनके पास था उन सब ने ठेंगे दिखला दिए थे. ഇവരുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് കടം ഉധാർ ജിൻകെ പാസ്ത പറഞ്ഞാൽ കടം ആർക്കൊക്കെ കൊടുത്തു അവരൊക്കെ ഠേങ്കെ ദിഖ്ലാന പറഞ്ഞു കഴിഞ്ഞാൽ അവഗണന കാണിക്കാൻ തുടങ്ങി, മൈൻഡ് ചെയ്യാണ്ടായി എന്നൊക്കെ പറയുമല്ലോ. സഗേ സംബന്ധിയോനെ സഹായത കർണ തോ അലഗ് രഹ. സഗേ സംബന്ധിയോ പറഞ്ഞാൽ റിലേറ്റീവ്സൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ മടി കാണിച്ചു. പിതാജി കി ആകസ്മിക് മോത്ത് കാ പൂരാ ലാഭ് ഉഠാ ലിയാ ഥാ. അച്ഛൻ പെട്ടെന്ന് മരിച്ചതിൻ്റെ ഫുൾ ഓൺ അഡ്വാൻറ്റേജ് അവർ എടുത്തു എന്നാണ് പറയുന്നത്. ദുബാര അപ്നി റഖ്മേ
अपनी रकमें वसूल करने से भी वे चूके ना थे. പിന്നെയും വന്ന് അവനവൻ്റെ പൈസ എന്താ പറയുക റിക്കവർ അല്ലെങ്കിൽ പിന്നെയും അവർ വന്ന് പൈസ ചോദിക്കാൻ അവരൊരിക്കലും പിന്നിൽ നിന്നിട്ടില്ല. അതായത് റിലേറ്റീവ്സ് ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല, പക്ഷേ പിന്നെയും പിന്നെയും വന്ന് പൈസ കടം ചോദിക്കുക അല്ലെങ്കിൽ അവർ തന്ന പൈസകളൊക്കെ തിരിച്ചു വാങ്ങാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. एक दिन बाबा ने बड़े भैया को बुलाया. ഒരു ദിവസം മുത്തശ്ശൻ ഏട്ടനെ വിളിച്ചു. പതാ നീ ക്യാ കഹാ कि बड़े भैया सारा दिन उदास रहे. എന്താ മുത്തശ്ശൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയില്ല. എല്ലാ സമയത്തും ഏട്ടൻ ഭയങ്കര സാഡായിരുന്നു. ഷാം കോ ജബ് ഖേത് സെ ലോട്ട് രഹേ ഥേ तो भैया बोले. അപ്പോൾ വൈകുന്നേരം അവർ പാടത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ജീത്തു मैं पढ़ने अल्मोड़ा जाऊँ तो तू घर का काम देख लेगा. ഞാൻ പഠിക്കാൻ അൽമോഡ പോയി കഴിഞ്ഞാൽ നീ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുവോ? मेरी समझ में बात नहीं आई नहीं. भैया पढ़ने जाए ये ठीक है, लेकिन घर में मुझे क्या देखना है और कैसे. എനിക്കൊന്നും മനസ്സിലായില്ല. ഏട്ടൻ പഠിക്കാൻ പോണത് ഓക്കെ, പക്ഷെ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങൾ എന്ത് നോക്കാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. तू सारा दिन इधर उधर मित्रों के साथ घूमता रहता है. നീ എല്ലാ സമയത്തും ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഇവിടെയും കറങ്ങിക്കൊണ്ടിരിക്കും. ദേഖ്ന ബാബ ബൂഢേ ഹോ ഗए. നോക്ക് മുത്തശ്ശൻ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്നാ ബഡാ കാരോബാർ ഹെ. വലിയൊരു ബിസിനസ് തന്നെയാണ് നമ്മളുടെ. ദുകാൻ മേ ഉൻസെ അധിക് കാം ഹോ നഹീ പാത്ത. എന്താ ഷോപ്പിൽ അവരെ കൊണ്ട് അധികം എടുക്കാനൊന്നും പറ്റില്ല. മുനീം रखते हैं लेकिन वे भी ലൂട്ട് ഖസോട്ട് में कसर नहीं छोड़ते. മുനീം പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻ്റൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ലൂട്ട് ഖസോട്ട് മേ കസർ, അതായത് അവരും കൊള്ളടിക്കലിനൊന്നും ഒരു കുറവുമില്ല. तू स्कूल से लौट कर सीधा घर आया करना. സ്കൂളിൽ നിന്ന് നേരെ വീട്ടിൽ വരണം. किसी काम में मदद कर देना, इससे बाबा को बड़ा सहारा मिल जाएगा. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് മുത്തശ്ശനെ ഹെൽപ്പ് ചെയ്യണം, അപ്പോൾ മുത്തശ്ശനും ഒരു സഹായമാവും എന്നാണ് പറയുന്നത്. ബഡേ ഭയ്യ കാ സ്വർ ഭീഗ് ആയാ ഥ. സ്വരം ആർദ്രമായിരുന്നു, അല്ലെങ്കിൽ സങ്കടത്തോടെയൊക്കെ ഉള്ള ഒരു സംസാരമായിരുന്നു. വേ ഉസി ബഹാവ് സെ ആകെ പോലെ, അതേ ഒരു ഫ്ലോയിൽ പറഞ്ഞു. എസാ കോയി ഭീ തോ നഹീ ജിസ്കി ഹം സഹായത ലേ സക്കെ. നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആരും ഇല്ലല്ലോ. പിതാജി ഹമേ ഖൂബ് പഠാന ലിഖാന ചാത്തേ തേന. അച്ഛൻ ഞങ്ങളെ കുറേ പഠിപ്പിക്കാനും വലിയതാക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആയിരുന്നല്ലോ, ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അച്ഛൻ്റെ. ബാബ കേത്തെ ഹേ കി മേ ആകെ പഠൂ. മുത്തശ്ശൻ പറഞ്ഞത് ഞാൻ ഇനിയും പഠിക്കുക എന്നാണ്. പിതാജി ജിസ് തരാ സാരാ കാം ചലാന ചാത്തേ തേ വേ ഭി സബ് ചലേ. അച്ഛൻ എങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്, മുത്തശ്ശൻ്റെ ആഗ്രഹം അത് ഇനിയും മുമ്പോട്ട് നടക്കട്ടെ എന്നാണ്. ബാബാ കാ ദിൽ നെഹി ദുഖാന ഹെ മേ ഖൂബ് പരിശ്രമം കറൂങ്ക. മുത്തശ്ശൻ്റെ ഇനി മനസ്സ് വിഷമിപ്പിക്കരുത്, ഞാൻ ഇനിയും പരിശ്രമിക്കും. തൂ ഭി പഠ്നെ മേ മെഹനത് കർ. നീയും പഠിക്കാൻ ശ്രമിക്കൂ. ബേക്കാർ കാ ഘൂംന ഫിർന ചോഡ്കർ ഖാലി സമയ മേ ഘർ കാ കാം ദേഖ്. വെറുതെ വേസ്റ്റ് ചെയ്യാണ്ട് ബാക്കിയുള്ള ഫ്രീ ടൈമിൽ എന്തെങ്കിലും സഹായിക്കൂ ഒക്കെയാണ്, വീട്ടിലത്തെ എന്തെങ്കിലും പണിയൊക്കെ നോക്കൂ. ഛുട്ടിയാ മിൽത്തേ ഹി മേ ഭി ഘർ ആ ജായ കറൂങ്ക. ലീവ് കിട്ടുമ്പോഴേക്കും ഞാനും വീട്ടിലേക്ക് വന്നോളാം. ഓർ ബഡേ ഭയ്യ സച്ച്മുച്ച് ഏക് ദിൻ ചൽ പടേ. ലാസ്റ്റ് ഏട്ടൻ ശരിക്കും തന്നെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഘോഡേ പർ ഉൻകാ സാമാൻ ലാദാ ഗയ. സാമാൻ ലാദ്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഹോർസിൽ അവരുടെ സാധനങ്ങളൊക്കെ കെട്ടിവെച്ചു. പുൽ പാർ തക് ബാബ ലാഠി ठेकते ठेकते ഉന്നെ പहुंचाने गए. ഈ ബ്രിഡ്ജ്, അവിടുത്തെ ചെറിയ ചെറിയ വില്ലേജ് എന്നൊക്കെ അല്ലേ, അപ്പോൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണ വരെ മുത്തശ്ശൻ്റെ ഊന്നുവടിയും കൊണ്ട് ഏട്ടൻ്റെ പുറകെ പോയി. ബഡേ ഭയ്യാസെ പതാ നെഹി ക്യാ ക്യാ ബാത് കർ രഹേ തെ. ഏട്ടൻ്റെ അടുത്ത് എന്തൊക്കെ സംസാരിക്കണമെന്ന് അറിയണ്ടായിരുന്നില്ല. बड़े भैया उम्र में मुझसे केवल 3 साल बड़े थे, लेकिन लगता है पिताजी की अकाल मृत्यु ने उन्हें बहुत കുച്ച് സിഖാ ദിയാ ഥാ. ഏട്ടൻ എന്നെക്കാളും വെറും 3 വയസ്സേ വലുതുള്ളൂ, പക്ഷേ അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോഴേക്കും ഏട്ടൻ്റെ മേലെ ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഏട്ടൻ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെയാണ് അറിയുന്നത്. നെക്സ്റ്റ്, ഫിർ കാം മേ ഡൂബ് ഗയേ ഥേ ബാബ. പിന്നെ അങ്ങോട്ട് ഏട്ടൻ പോയതും മുത്തശ്ശൻ പണിയിൽ ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു. നാ ദിൻ ദേഖ്തേ ഥേ.
രാവിലെയുമില്ല രാത്രിയില്ല ഉറക്കമൊഴിച്ചുള്ള പണികളൊക്കെ ആയിരുന്നു. കഹീ കുച്ച് ഭി കമി ന ആനെ ദി ഉനോനെ എവിടെയും ഒരു പിഴവും വരാൻ സമ്മതിച്ചില്ല. ജിസ് തര മെഹമാൻ പെഹലെ ആത്തെ थे उसी तरह फिर आने लगे. ഗസ്റ്റൊക്കെ പിന്നെയും പണ്ടത്തെ പോലെ തന്നെയായി. ബഹു ബേട്ടിയാ जो भी घर आती बाबा उसी तरह लुटाते जिस तरह पिताजी लुटाया करते थे. ആര് ഗസ്റ്റ് വന്നാലും അച്ഛൻ ചെയ്ത പോലെ തന്നെ മുത്തശ്ശനും പിന്നെയും पैसे चिलवाकान തുടങ്ങി. पाठशाला और अस्पताल को चंदे में अब भी उतनी ही रकम दान दी जाती है जितनी पहले दी जाती थी. പാഠശാല സ്കൂൾസും ഹോസ്പിറ്റൽസിലും പണ്ട് എങ്ങനെയാണ് ചന്ത പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേഷനോ കോൺട്രിബ്യൂഷനോ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും മുത്തശ്ശൻ കൊടുത്തുകൊണ്ടിരുന്നത്. लगभग साल भर बाद बड़े भैया का परीक्षा परिणाम आया तो बाबा की बूढ़ी आंखों में प्रसन्नता के आंसू छलकाए. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് മുത്തശ്ശൻ്റെ കണ്ണുനീര് അതായത് സന്തോഷ കണ്ണുനീര് വരാൻ തുടങ്ങി. പ്രഥം സ്ഥാൻ പർ പായാ था उन्होंने ഫസ്റ്റ് പൊസിഷൻ ആയിരുന്നു ഏട്ടൻ്റെ. വജീഫ भी मिलने लगा था. വജീഫ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈപ്പൻഡും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. बाबा सबसे अपने पोते का बखान करते बहुत परिश्रमी है बिल्कुल अपने पिता की तरह. ബാബ सबसे अपने പോത്തെ ഗ്രാൻഡ് സണ്ണിനെ കുറിച്ച് പേരക്കുട്ടിയെക്കുറിച്ച് ബഖാൻ കർത്തേ പറഞ്ഞ അഭിമാനം നിറഞ്ഞ സംസാരത്തിൽ എന്താ പറയുക, बहुत परिश्रमी है ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്ന ആളാണ് അച്ഛനെ പോലെ. मैं स्कूल जाता घर का दुकान का खेतों का काम भी देखता. ഞാൻ സ്കൂളിൽ പോകും, വീട്ടിലത്തെയും ഷോപ്പിലത്തെയും പാടത്തെയും പടിയൊക്കെ ഞാൻ നോക്കും. खाली समय में पढ़ता और एक के बाद एक सीढ़ी पार करता चला गया. ഞാനും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പഠിക്കലും ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് ഓരോ പടിയായിട്ട് കയറാൻ തുടങ്ങി. कभी एक भी पैसा व्यर्थ में खर्च करते हुए मुझे किसी ने नहीं देखा था. പൈസ വേസ്റ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം ചെയ്യണത് ആരും എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. दोनों बच्चे होनहार निकल गए तो मेरी ज़िंदगी भर की तपस्या सफल हो जाएगी. ബാബ ജബ് തബ് ദോഹരാത്തെ രഹത്തെ. എപ്പോഴും മുത്തശ്ശൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഹോൺഹാർ പ്രോമിസിങ് എന്തെങ്കിലും ചെയ്ത് കാണിക്കുന്ന കുട്ടികളായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിതം മുഴുവൻ കാത്തിരുന്നത് സക്സസ് ആവും എന്ന് മുത്തശ്ശൻ വീണ്ടും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. പാസ് पड़ोस के लोगों ने बगीचे लगवाने शुरू कर दिए. നൈബേഴ്സൊക്കെ ഗാർഡനിങ് ചെയ്യാൻ തുടങ്ങി. बाबा ने भी फलों के पौधे लगाने के लिए गड्ढे खुदवा दिए थे. മുത്തശ്ശനും പൂക്കൾ വെക്കാൻ വേണ്ടി ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് കുഴി കുഴിപ്പിച്ചൊക്കെ ചെയ്തു. കുഴിച്ചിട്ടുന്നത് കുറ്റിക്കാട്ടിലൊക്കെ കുഴിച്ചു എന്നൊക്കെയാണ് പറയണത്. वे हर किसी को अच्छे फलों की पौधा लगाने को कहते. എല്ലാവരുടെ നല്ല പൂക്കളുടെ ചെടികളൊക്കെ വെക്കാൻ പറഞ്ഞു കൊടുത്തു. दुकान की छत की मरम्मत करवा पुताई करवा दी. छत की मरम्मत പറഞ്ഞാൽ റൂഫൊക്കെ റിപ്പയർ ചെയ്തു. പുതായി करवा दी പറഞ്ഞാൽ പെയിൻ്റൊക്കെ അടിച്ചു. ഗോശാല के आगे लंबा चौड़ा आंगन बनवा दिया था. ഗോശാല പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്തിൻ്റെ മുമ്പിൽ വലിയൊരു മുറ്റം പോലെയൊക്കെ അവിടെ ഉണ്ടാക്കി. बड़े भैया छुट्टियों में घर आए थे. शायद उन दिनों बाबा ने सेब और नाशपाती के पौधे लगवाए थे. ഏട്ടൻ ലീവിന് വന്നപ്പോഴാണ് ആപ്പിളും നാഷ്പതിയുടെയും ചെടികളൊക്കെ വെച്ചത്. अरे इनके फूलने फलने तक मैं ज़िंदा भी ना रहूं बच्चे तो खाएंगे. ഇത് വലുതാവുമ്പോഴേക്കും ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ. हमारा नरेंद्र फलों का बड़ा शौकीन था. മകനാണ്, അതായത് കുട്ടികളുടെ അച്ഛൻ നരേന്ദ്ര, അവർക്കും ഈ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. आंगन के आगे लगे माल्टों की पौध वही लाया था चौबटिया से. ചൗബട്ടിയ പറഞ്ഞ ഒരു സ്ഥലമാണ്, ലക്നൗ UP ഉത്തർപ്രദേശിൻ്റെ ഒരു സ്ഥലം. അവിടുന്ന് മാൾട്ടിയുടെ പേട്, മാൾട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മോസംബിയുടെ ഈ ചെടിയാണ് അവർ കൊണ്ടുവന്നത്. അബ് ഫൽനെ ലഗേ ഹേ ഇസ് ബാർ ഖൂബ് ഫൽ ആയെങ്കിൽ ഇൻ വൃക്ഷോം പർ. ഇപ്പോൾ പൂക്കാൻ തുടങ്ങി, ഇപ്രാവശ്യം കുറേ ഫ്രൂട്ട്സ് അതിൽ ഉണ്ടാവും. बड़े भैया फौज में चले गए.
बड़े भैया फौज में चले गए, ഏട്ടൻ ആർമിയിലേക്ക് കയറി. ധീരെ ധീരെ ഉൻകി പദോന്നതി होती गई. മെല്ലെ മെല്ലെ അവർക്ക് പ്രൊമോഷനും കിട്ടി. मैंने दिल्ली में नौकरी कर ली. इस बीच ബാബ ചൽ ബസെ. ഞാൻ ഡൽഹിയിലും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ മുത്തശ്ശൻ മരിച്ചു. घर में केवल माँ ही रह गई थी, बिल्कुल अकेले. വീട്ടിൽ ഇപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റയ്ക്ക്. पिछली बार घर आया तो बाबा का धूल और धुएं से ढका फोटो साफ करके मैंने देवताओं के पास रख दिया था. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലീവിന് വന്നപ്പോൾ മുത്തശ്ശൻ്റെ പൊടി പിടിച്ച ഒരു ഫോട്ടോ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വെച്ചു. തും അക്കേലി ക്യൂ രഹത്തി ഹോ മാ, मैंने पूछा तो माँ बोली. അമ്മടുത്ത് ചോദിച്ചു, നിങ്ങളെന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? तो कहाँ जाओ, തപ്പൻ കാ കോയി ഭരോസ നെഹി, ആജ് യഹാ तो कल वहाँ. തപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെ കുറിച്ചാണ് പറയണത്. അമ്മ പറഞ്ഞു, എവിടെ പോവാനാ? ഏട്ടൻ്റെ ഒരു കാര്യത്തിനും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പോസ്റ്റിംഗ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. तू शादी करता नहीं, मुझे तो ये ढांडे पहाड़ ही अच्छे लगते हैं रे. നീ എന്താ കല്യാണം കഴിക്കാത്തത്? എനിക്ക് ढांडा पहाड़ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൗണ്ടൻ്റെ പേരാണ്, എനിക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടം. ജിന്ദഗി के कुछ दिन और रह गए हैं, വേ ഭി യഹീ ബീറ്റ് ജായേ, ബസ് ഇത്നി ഹി ഇച്ഛാ ഹെ. കുറച്ചു കാലം കൂടിയേ താമസിക്കുള്ളൂ, അതും കൂടി ഇവിടെ താമസിക്കണതാണ് എൻ്റെ ആഗ്രഹം. മാ तुम अपनी पसंद की बहू ढूंढ लो जो तुम्हारी खूब सेवा कर सके. എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു മരുമകളെ കണ്ടുപിടിച്ചോളൂ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ. അഗ്ലി ബാർ ഘർ ആവുക तो तुम्हें निराश नहीं करूँगा. നെക്സ്റ്റ് ടൈം ലീവിന് വരുമ്പോൾ നിങ്ങളെ സങ്കടപ്പെടുത്തില്ല. भैया को भी तब छुट्टी मिल जाएगी, കുച്ച് ദിൻ പൂരാ പരിവാർ ഏക് സാത്ത് രഹ പായേഗ. ഏട്ടനും ആ സമയത്ത് ലീവ് കിട്ടും, അപ്പോൾ മുഴുവൻ ഫാമിലി ആയിട്ട് നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം കഴിയാം. बड़े भैया ने फौज में ही काम कर रहे अपने किसी बड़े अफसर की लड़की से शादी कर ली थी. ഏട്ടൻ ആർമിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ വലിയ ഓഫീസറിൻ്റെ മകളെ തന്നെ കല്യാണം കഴിച്ചു. ഭാബി കേരൾ की थी. ഭാബി കേരളത്തിലെ ആയിരുന്നു. പഹാഡോं की ജിന്ദഗി क्या होती है उन्हें पता न था. മലയോര പ്രദേശത്തെ ജീവിതത്തിനെ കുറിച്ച് അവർക്കത്ര അറിയില്ലായിരുന്നു. एक बार अम्मा उनके साथ कुछ महीने बिताने के लिए गई, लेकिन थोड़े ही दिनों में लौट आई. കുറച്ച് ദിവസം അമ്മ അവരുടെ കൂടെ താമസിക്കാൻ പോയി, പക്ഷേ അവർ വേഗം തന്നെ തിരിച്ചു വന്നു. വഹാ കി ജിന്ദഗി ഉन्हें रास न आ पाई. അവിടുത്തെ ലൈഫ് അവർക്ക് സെറ്റായില്ല. मेरे दिल्ली लौटने के कुछ महीने बाद माँ का लिखवाया पत्र मिला था. ഞാൻ ഡൽഹി തിരിച്ചു വന്നപ്പോൾ തന്നെ അമ്മ എഴുതിയ ഒരു ലെറ്റർ എനിക്ക് കിട്ടി. तेरे लिए चांद सी बहू ढूंढ ली है, തപ്പൻ को लिख दिया है, वह भी आएगा, चैत में शादी होगी. നിനക്ക് വേണ്ടി ഒരു നല്ലൊരു മരുമകളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏട്ടനും എഴുതിയിട്ടുണ്ട്, അവനും വരും. ചേത്ത് പറഞ്ഞ ഒരു മാസത്തിൻ്റെ പേരാണ്. ചേത്ത് മാസത്തിൽ കല്യാണം നടത്താം. चैत से पहले ही देश की स्थिति बिगड़ने लगी. പക്ഷേ ചേത്ത് മാസത്തിന് മുമ്പ് തന്നെ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ താറുമാറാവാൻ തുടങ്ങി. പാകിസ്ഥാൻ से युद्ध शुरू हो गया था. भैया उन दिनों बांग्लादेश के मोर्चे पर थे, जैसूर की तरफ कहीं. പാകിസ്ഥാൻ്റെ അവിടുന്ന് ഇൻഡോ പാക് വാറൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് ഏട്ടൻ ബംഗ്ലാദേശിൻ്റെ അവിടെയായിരുന്നു പോസ്റ്റിംഗ്. युद्ध पर जाने से पहले भैया मिलने आए थे. യുദ്ധത്തിൽ പോണ മുമ്പേ ഏട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏക് ദിൻ മേരെ സാത്ത് രഹേ. ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സാരി രാത് വേ സോ നാ പായേ. മുഴുവൻ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഘർ കി ബാഹർ കി പതാ നീ കഹാ കി ബാത് കർത്തേ രഹേ. വീട്ടിലത്തെ വെളിയിലത്തെ എവിടത്തൊക്കെയോ വർത്തമാനങ്ങൾ അവർ പറയാൻ തുടങ്ങി. മേരെ ലിയേ കുച്ച് കപ്പടേ ഖരീദ് गए, अपने हाथ की बहुमूल्य घड़ी उतार कर मुझे दे गए. കുറേ തുണികളൊക്കെ വാങ്ങി തന്നു. അവരുടെ ഏട്ടൻ്റെ കയ്യിലത്തെ വില കൂടിയ ഒരു വാച്ചും എനിക്ക് തന്നു. ഭാബി और बच्चों से जान पूछकर नहीं मिले. ഏടത്തിയമ്മയും കുട്ടികളെ ഒന്നും കണ്ടില്ല, വേണം വെച്ച് കണ്ടില്ല. ബോലെ इससे दिल कमज़ोर हो जाता है, जो होगा देखा जाएगा. എന്താ പറഞ്ഞേ മനസ്സ് കുറച്ചും കൂടി വിഷമിക്കും, എന്താ വരണേ വെച്ചാൽ അപ്പോൾ നോക്കാം. रेलवे स्टेशन तक मैं छोड़ने गया तो भैया देर तक मेरा हाथ थामे रहे. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വിടാൻ പോയപ്പോൾ കുറേ നേരം എൻ്റെ കൈ പിടിച്ചു നിന്നു.
ജീത്തു തൂ ബഹുത് കംസോർ ഹെ അപ്നി സെഹത് കാ ധ്യാൻ റഖ്. അനിയൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്, നീ ഭയങ്കര വീക്കായി, നിൻ്റെ ഹെൽത്തിനെ നീ നോക്കണം. ലോട്ട്നെ പർ അബ്കി ബാർ ഖൂബ് ലംബി ഛുട്ടി ലേംഗെ. തിരിച്ചു വരുമ്പോൾ വലിയൊരു ലീവ് എടുക്കും. ഏക് ദോ മഹീനെ ആരാം സെ ഘർ പർ ബിതായെങ്കെ. ബംഗ്ലാനൂമ നയാ മക്കാൻ ബൻവായെങ്കെ. 1-2 മാസം നല്ലപോലെ വീട്ടിലിരിക്കാം, ഒരു വീടൊക്കെ വെക്കാം. जब ट्रेन चलने लगी तो मैंने देखा भैया के चेहरे पर एक अजीब सा भाव था. ട്രെയിൻ പോകുമ്പോൾ ഞാൻ കണ്ടു ഏട്ടൻ്റെ മുഖത്ത് അറിയിക്കാൻ പറ്റാത്ത ഒരു ഭാവമായിരുന്നു. ഘമാസാൻ യുദ്ധ കി ഖബറെ ആത്തി. വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു, യുദ്ധം തന്നെ നടന്നു. ഭാരതീയ സേനായെ മുക്തിവാഹിനി के साथ निरंतर आगे बढ़ रही थी पर मेरी आंखों की नींद ना जाने कहाँ खो गई थी. ഇന്ത്യൻ ആർമി മുക്തിവാഹിനി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശി ഫോഴ്സസിനെയാണ് പറയുന്നത്. അവരുടെ കൂടെ ചേർന്ന് റെഗുലർലി ആകെ ബഡ്തേ രഹി, അതായത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉറക്കം കുറേ നാളായിട്ട് പോയി തന്നെയാണ്, അതായത് ഉറക്കം വരാത്ത രാത്രികളായിരുന്നു. തഭി ഏക് രാത് താർ മില. ആ സമയത്താണ് ഒരു രാത്രി ഒരു മെസ്സേജ് കിട്ടിയത്. ലിഖാ था मेजर तपन कुमार ढाका के पास ही किसी मोर्चे पर शत्रु से लड़ते हुए वीरगति को प्राप्त हो गए थे. അതായത് ഏട്ടനുണ്ടല്ലോ മേജർ തപ്പൻ കുമാർ ഢാക്ക ബംഗ്ലാദേശിലെ ഒരു സ്ഥലമാണ്. അവിടെ തന്നെ ഒരു യുദ്ധത്തിൽ എന്താ പറയുക, ഒരു യുദ്ധത്തിൽ രക്തസാക്ഷി ആയി എന്നുള്ള ന്യൂസാണ് അവർക്ക് കിട്ടിയത്. വഹ വജ്രപാത് അസഹ്യ था हम लोगों के लिए. വജ്രപാത് അസഹ്യ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അസഹനീയമായ ഇടിമിന്നൽ പോലത്തെ ഒരു ന്യൂസായിരുന്നു. നമുക്കത് പ്രതീക്ഷയില്ലാത്ത കാരണം നമുക്കത് താങ്ങാൻ പറ്റാത്ത ഒരു ന്യൂസായിരുന്നു. മാ പാഗലോं की तरह दिन रात रोती रही. അമ്മ ആണെങ്കിൽ ഫുൾ ഓൺ കരച്ചിലായിരുന്നു. मैं घर आया तो भाभी साथ थी और दोनों बच्चे भी. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഏടത്തിയമ്മയും കുട്ടികളും ഉണ്ടായിരുന്നു. तपस्वी ने तो अब आने को लिखा था, चैत में लगन तय किया था. माँ सुबह कर रोने लगी थी. ഏട്ടൻ വരാന്നല്ലേ പറഞ്ഞത്, ചേത് മാസത്തിൽ എൻഗേജ്മെൻറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞത്. അമ്മ ഇതും പറഞ്ഞ് കരയാൻ തുടങ്ങി. माँ तुम्हें बहू चाहिए थी ना साथ रहने के लिए. लो भाभी आ गई. അമ്മ നിങ്ങൾക്കല്ലേ മരുമകൾ വേണ്ടിയിരുന്നത് ഒപ്പം ഉണ്ടാവാൻ, ദാ ഏട്ടത്തി വന്നു. യെ ഛോട്ടെ ഛോട്ടെ ബച്ചേ ഹേ. ഇവർ ചെറിയ ചെറിയ കുട്ടികളാണ്. ഇൻകി പർവരിഷ് കർണി ഹേ. ഇവരെ നോക്കേണ്ടതാണ്. ഭയ്യ ചൽ ബസേ തോ ക്യാ ഹുവ അബ് ഹം തോ ഹേ. ഏട്ടൻ പോയാൽ എന്താ, നമ്മളുണ്ടല്ലോ. മാ ചുപ് ഹോ ഗയി. ഇത് കേട്ടതും അമ്മ മിണ്ടാണ്ടായി. अपनी होने वाली चांद सी बहू का जिक्र उन्होंने फिर कभी नहीं किया. വരാൻ പോണ മരുമകളെക്കുറിച്ച് അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. ധൂപ് മേ ചമക്ത ഹരാ ഭരാ ബഗീച്ച മേരെ സാമനെ ആയ. അവർ തിരിച്ചു വരികയായിരുന്നല്ലോ. ഈ അനിയനാണ് ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ തിരിച്ച് വീട്ടിൽ കുറേ നാളത്തെ ശേഷം വന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വീട്ടിലെത്തിയതോറും ധൂപ് മേ വെയിലത്ത് ഷൈൻ തിളങ്ങുന്ന ഹരാ ഭരാ ബഗീച്ച ഗാർഡൻ എനിക്ക് കാണാൻ തുടങ്ങി. വേ പേഡ് अब बहुत बड़े हो गए हैं जिन्हें भापा ने लगाया था. പണ്ട് മുത്തശ്ശൻ വെച്ച മരങ്ങളൊക്കെ വലിയ മരങ്ങളായി മാറി. 3-4 साल पहले बड़े भैया छुट्टियों में घर आए थे. कुछ पेड़ वे लगा गए थे जो अब हमारे बराबर ऊंचे हो गए थे. 3-4 വർഷം മുമ്പേ ഏട്ടനും ലീവിന് വന്നപ്പോൾ കുറച്ച് മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ അത്രയും വലുതായി. दूर कुछ गड्ढे और चमक रहे हैं जिन्हें अम्मा ने इन झाड़ों में खुदवाया था, जिन पर पौधे अब मुझे रोपने हैं. കുറച്ച് ദൂരം കുറച്ചും കൂടി കുഴികളൊക്കെ അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് കുറ്റിക്കാട്ടിൽ കുറച്ചും കൂടി കുഴികളൊക്കെ അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഞാനാണ് ചെടികളൊക്കെ നടേണ്ടത്. അതോടെയാണ് ഈ സ്റ്റോറി കഴിയുന്നത്. ഇത് അനിയനാണ് പറയണത്. കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ പണ്ടത്തെ ഓർമ്മകളെക്കുറിച്ചിട്ടാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും സ്റ്റോറി വേണമെങ്കിൽ കമൻറ്റിൽ എഴുതുക. ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ ചെയ്ത ഇനിയും എന്താ പറയുക ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.